ഹായ് ഫ്രണ്ട്സ്, സോണൽ സജിത്ത് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പഴയ PVC പൈപ്പും അതേപോലെ തന്നെ കർട്ടനിലുണ്ടാകുന്ന പഴയ സ്റ്റീൽ പൈപ്പും യൂസ് ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു ഹാങ്ങിങ് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതേപോലത്തെ ഒരു PVC പൈപ്പാണ്. അപ്പോൾ ഈ ഒരു PVC പൈപ്പിൻ്റെ ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 32 mm PVC പൈപ്പാണ്. അപ്പോൾ മിനിമം നിങ്ങൾ 32 mm തന്നെ യൂസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു സ്റ്റീൽ പൈപ്പാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴയ കർട്ടനെല്ലാം ഉണ്ടാകുന്ന സ്റ്റീൽ പൈപ്പാണ്. ഇതെന്ന് വെച്ചാൽ 25 mm ആണ് ഇതിൻ്റെ സൈസ്. ഇനി നമുക്ക് ഇതിനായിട്ട് 2 ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ തന്നെ മേലെ ഐക്കാർഡിലും കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതേപോലത്തെ ഒരു മോൾഡാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള മിക്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഇവിടെ മിക്സ് റെഡിയാക്കിയെടുക്കുന്നത്. അതായത് 2 പൂഴിക്ക് ഒരു സിമെൻറ്റ് എന്ന റേഷ്യോയിലാണ് ഞാനിവിടെ പൂഴിയും സിമെൻറ്റും എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്ത സിമെൻറ്റിൻ്റെ പൂഴിൻ്റെ അളവ് കൃത്യം പറയാൻ സാധിക്കില്ല, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന മോൾഡിൻ്റെ സൈസിനനുസരിച്ച് ചേഞ്ചസ് വരും. അപ്പോൾ നമ്മൾ നോർമൽ ചെടിച്ചട്ടിക്ക് എത്രയാണെന്ന് മിക്സ് ആവശ്യമില്ല, അതിൻ്റെ കാട്ടി നമ്മൾ അധികം ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് സിമെൻറ്റും അതേപോലെ തന്നെ പൂഴിയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു മിക്സിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു മോൾഡിലേക്ക് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പഴയ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാം, എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യാം, ഏത് ഓയിൽ വേണം നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതേപോലത്തെ ഒരു തുണി യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മളെ ചട്ടി നല്ല രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഗ്രൗട്ട് റെഡിയാക്കി എടുക്കാം. അതായത് സിമെൻറ്റ് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നതാണ് ഈ ഒരു ഗ്രൗട്ട് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലത്തെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കിയെടുക്കണം. എന്നിട്ട് ആ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പം ഗ്രൗട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സിമെൻറ്റ് പൗഡർ ചെറിയ രീതിയിൽ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇതെന്തിനാ വെച്ചാൽ ആ ഒരു ഗ്രൗട്ട് ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സിമെൻറ്റ് പൗഡർ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മിക്സ് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോട്ടം ഭാഗത്ത് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹൈറ്റ് കുറച്ചും കൂട്ടി കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് കുറച്ചിട്ടതിന് ശേഷം ഇതേപോലത്തെ ഗ്ലാസ്സോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് ഗ്യാപ്പെല്ലാം ഫില്ലാക്കി കൊടുക്കുക. എന്നിട്ട് അടുത്ത സെക്ഷനിൽ ഇതേപോലെ തന്നെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഗ്ലാസ് യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഹൈറ്റ് വരെയാണ് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ നമ്മളെ PVC നല്ല രീതിയിൽ ഫിറ്റായിട്ട് നിൽക്കൂ. ഇനി നമുക്ക് നമ്മളെ PVC പൈപ്പ് ഈ ഒരു മിക്സിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് സെൻറ്റർ തന്നെ നോക്കിയിട്ട് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു PVC ഫിറ്റ് ചെയ്ത സമയത്ത് ഗ്യാപ്പ് ചെറിയ രീതിയിൽ ഗ്യാപ്പെല്ലാം വന്നിട്ടുണ്ട്. അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് സിമെൻറ്റ് പൗഡർ ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗം സെറ്റായിട്ട് കിട്ടും. ഇനി ഒരു മോൾഡിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം നമ്മളെ മിക്സ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചെടിച്ചട്ടി ആക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും ഈ ഒരു ചെടിച്ചട്ടി ആക്കുന്ന വിധം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അധികം ലെങ്ത് ആവാണ്ടിരിക്കാൻ വേണ്ടി ചില ഭാഗങ്ങളിൽ ഫാസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ഈ ഒരു മോൾഡിൻ്റെ സൈഡിലെല്ലാം ഈ ഒരു മിക്സ് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സ് എല്ലാ ഭാഗത്തും ഇപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു സ്പൂണാണ്. അതായത് നടുഭാഗത്ത് കുഴിയിലെ ടൈപ്പ് സ്പൂണാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ തന്നെ ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ പ്രസ് ചെയ്തിട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും.
അപ്പോൾ ഇതേപോലത്തെ സ്പൂൺ എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് നല്ല രീതിയിൽ കർവ് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഈ ഒരു സ്പൂൺ വെച്ച് നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം, കാരണം ഗ്യാപ്പും കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം നല്ല രീതിയിൽ ഇപ്പം പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബക്കിൻ്റെ ഭാഗം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ ആ ഒരു സ്പൂൺ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കത്തി യൂസ് ചെയ്തിട്ട് ഈ ഒരു ബക്കിൻ്റെ മേലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം റെഡിയാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് സ്പൂൺ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കത്തി യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും ചെയ്ത് കഴിഞ്ഞാൽ ബക്കിൻ്റെ ഭാഗവും റെഡിയായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു കത്തി യൂസ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ബക്കലിവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മളെ ചട്ടീൻ്റെ മേക്കിംഗ് ഫുള്ളായിട്ട് റെഡിയായി. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 24 ഹവേഴ്സാണ് ഞാനിത് സെറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മളെ ചട്ടി ഇവിടെ നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചട്ടി ഇതിന് മോൾഡിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു പാത്രം ആവശ്യമുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടുവെള്ളം നമുക്കിതിൻ്റെ മേലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതായത് മോൾഡിൻ്റെ മേലേക്കായിട്ടാണ് നമുക്കിത് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ചൂടുവെള്ളം ആക്കി കൊടുക്കും. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചട്ടി പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ചട്ടി തലയിരിച്ച് വെക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഷേക്ക് ആക്കിയാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചട്ടി നല്ല ഈസി ആയിട്ട് റിമൂവ് ആയി വന്നിട്ടുണ്ട്. അതേപോലെ നല്ല നീറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ചട്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചട്ടീൻ്റെ ഈ ഒരു ബക്കിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് റഫായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് സ്മൂത്താക്കി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ആക്കിയ പോലത്തെ ഗ്രൗട്ട് അത്ര ലൂസ് ഇല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബക്കിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതാക്കി കൊടുക്കണം. ഇനി അത് നമുക്ക് ഡ്രൈ ആവാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒരു ചട്ടിയും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ റെഡിയാക്കി എടുക്കുക. ഇനി ഒരു ചട്ടിയിൽ ഫിറ്റ് ചെയ്ത PVC പൈപ്പിലേക്ക് നമുക്ക് പൂഴിയും സിമെൻറ്റ് ഇട്ട് കൊടുക്കണം. അതായത് 2:1 എന്ന് പറഞ്ഞ റേഷ്യോ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാക്കിയാലേ നമുക്കിത് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ സാധിക്കൂ. അപ്പോൾ ആ ഒരു ലൂസായിട്ടുള്ള മിക്സ് ഇതിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ PVC പൈപ്പ് കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്, അതായത് ബെൻഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ 2 PVC പൈപ്പിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മളെ ചെടിച്ചട്ടിയിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പെയിൻറ്റ് അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനി ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ ഇതിനായിട്ട് ചൂസ് ചെയ്തത്. ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 32 mm 2 എൽബോ ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ 2 പൈപ്പിന് നടുക്കായിട്ട് വരുന്ന പൈപ്പ് PVC യൂസ് ചെയ്യാമെന്നാണ് പ്ലാൻ ഇട്ടത്. പിന്നെയാണ് പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് സ്റ്റീൽ പൈപ്പ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു സ്റ്റീൽ പൈപ്പിൻ്റെ സൈസ് എന്ന് വെച്ചാൽ 25 mm ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലത്തെ ഒരു ബുഷ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 32 mm to 25 mm കൺവേർട്ടർ ബുഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ബുഷ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ എൽബോ തന്നെ 32 mm, ഒരു സൈഡ് 32 mm അതേപോലെ തന്നെ ഒരു സൈഡ് 25 mm വരുന്ന എൽബോ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു PVC പൈപ്പിനും എൽബോനും ബുഷിനും അതേപോലെ തന്നെ ആ സ്റ്റീൽ പൈപ്പിനും പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ യെല്ലോ കളർ പെയിൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു PVC പൈപ്പും എൽബോവും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെടിയെല്ലാം തൂക്കാനായിട്ട് ഇതേപോലത്തെ സിപ്പ് ടൈ ആണ് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാങ്ങിങ് സ്റ്റാൻഡ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെടിയെല്ലാം തൂക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ചെടിയും കൂടി തൂക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹാങ്ങിങ് സ്റ്റാൻഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി ഹാങ്ങിങ് സ്റ്റാൻഡ് നമുക്കിവിടെ ആക്കിയെടുക്കാൻ സാധിച്ചിനി. ഓക്കെ, അപ്പോൾ ഈ ഒരു മേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ഹാങ്ങിങ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ പോർട്ടബിൾ ആയിട്ടുള്ള ഹാങ്ങിങ് സ്റ്റാൻഡാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ആ ഒരു ചട്ടിയിൽ കുറച്ചും കൂടി പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞാൽ, അതായത് ഗ്രാസ് ടൈപ്പ് പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഹാങ്ങിങ് സ്റ്റാൻഡ് കുറച്ചും കൂടി അടിപൊളിയാക്കി എടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ മേക്കിങ്ങിനെ പറ്റിയും പിന്നെ നിങ്ങളെ സജഷനും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കതിന് അടുത്ത വീഡിയോ കാണാം.